ഹലോ എവ്രി വൺ, ഇന്ന് നമ്മൾ ഈ ഒരു സ്നോഫ്ലേക്കിൻ്റെ ട്യൂട്ടോറിയലാണ് ചെയ്യുന്നത്. യൂസ് ചെയ്തിരിക്കുന്ന യാണ് അക്രിലിക് യാണാണ്. 3mm ഹുക്ക് സൈസാണ്. നമ്മൾ ഏത് യാണാണോ എടുക്കുന്നത് അതിന് കറസ്പോണ്ടിങ് ഹുക്ക് എടുക്കുക. ദെൻ കയ്യിൽ ഇതുപോലെ ഒരു 10-12 റൗണ്ട്സ് ചുറ്റി കൊടുക്കാം, ഒരു തിക്നെസ് വരുന്നതനുസരിച്ചിട്ട്. ദെൻ ആ റൗണ്ടിലോട്ട് നമ്മൾ സിംഗിൾ ക്രോഷയാണ് ചെയ്യാൻ പോകുന്നത്. ആ ഒരു റൗണ്ട് കംപ്ലീറ്റ്ലി നമ്മൾ സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ആ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ സിംഗിൾ ക്രോഷേ ചെയ്യാം. സിംഗിൾ ക്രോഷേ ചെയ്തതിന് ശേഷം നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ആ ഒരു ത്രെഡ് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ സെൻ്റർ എടുത്ത ഹോള് കുറച്ച് ചെറുതാവും. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 6 ലൂപ്സുകൾ വീതമുള്ള ഒരു പഫ് പെറ്റൽ പോലെ നമ്മൾ ഫോം ചെയ്യുകയാണ്. യാൺ ഓവർ ചെയ്തെടുത്ത് നമ്മൾ 6 ലൂപ്സുകൾ ഹുക്കിൽ വെക്കുക. ദെൻ ലാസ്റ്റ് അതെല്ലാം കൂടി സെക്യൂർ ചെയ്യുക ഇതുപോലെ. പഫായിട്ടുള്ള ഒരു പെറ്റൽ ഫോം ചെയ്യും. അതിനുശേഷം നമ്മൾ 4 ചെയിൻ സ്റ്റിച്ചസ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ദെൻ നമ്മൾ സിംഗിൾ ക്രോഷേ, നമ്മൾ ആ ലോക്ക് ചെയ്ത പാർട്ട് ഉണ്ടല്ലോ അവിടേക്ക് സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്നോഫ്ലേക്കിൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടും. അങ്ങനെ ഒരു പഫ് ഫ്ലവറിൽ അല്ലെങ്കിൽ ആ പെറ്റലിൽ 3 തവണ ഇത് ചെയ്യണം. 4 ചെയിൻ സിംഗിൾ ക്രോഷേ, ആ ഒരു ലോക്ക് ചെയ്ത ഭാഗത്തേക്ക് സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. സെക്കൻഡ് ടൈം ചെയ്തു. ഇനി തേർഡ് ടൈമും കൂടി 4 ചെയിൻ സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത ഒരു പഫ് പെറ്റൽ നമ്മൾ ഫോം ചെയ്യാൻ പോവുകയാണ്. അതിന് മുമ്പ് നമ്മൾ 2 ചെയിൻ ചെയ്യുക. അതിന് ശേഷമാണ് യാൺ ഓവർ ചെയ്തിട്ട് അടുത്ത പഫ് പെറ്റൽ ഫോം ചെയ്യേണ്ടത്. യാൺ ഓവർ ചെയ്ത് നമ്മളിപ്പോൾ ചെയ്ത പോലെ 6 ലൂപ്സ് ഹുക്കിൽ ഫോം ചെയ്യുക. ദെൻ ലോക്ക് ചെയ്തെടുക്കാം. ലോക്ക് ചെയ്തതിന് ശേഷം എഗെയിൻ നമ്മൾ പറഞ്ഞതുപോലെ 4 ചെയിൻ ദെൻ സിംഗിൾ ക്രോഷേ, അത് 3 തവണ ചെയ്യാം. ഇങ്ങനെ നമുക്ക് എത്ര പഫായിട്ടുള്ള പെറ്റൽസ് വേണോ അത്രയും നമുക്ക് ചെയ്യാം. ബേസിക്കലി ഞാൻ ഇതിൽ ചെയ്തിട്ടുള്ളത് 7 തവണയാണ്. കുറച്ചും കൂടി തിക്കറായിട്ടുള്ള യാണാണെങ്കിൽ നമുക്ക് 6 ടൈംസ് ഒക്കെ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആവും. നമ്മുടെ ആ റൗണ്ട് കംപ്ലീറ്റ് ആവുന്ന അനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇതുപോലെ 6 ലൂപ്സിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ 5 ലൂപ്സ് ആയിട്ടും ചെയ്യാം. കുറച്ചും കൂടി വലിയത് വേണമെങ്കിൽ ഒരു 8 ലൂപ്സൊക്കെ ആയിട്ട് ചെയ്യാം. നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് നമുക്കിത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ആ ഒരു റിങ് ഫിനിഷ് ആവുന്ന തരത്തിൽ ഇതുപോലെ ചെയ്യാം. പിന്നെ എല്ലാ ലൂപ്പിലും നമ്മൾ പഫായിട്ടുള്ള പെറ്റൽസ് ഫോം ചെയ്യുന്ന ലൂപ്സിൽ 3 തവണ ഈ ഒരു പ്രോസസ്സ്, അതായത് 4 ചെയിൻ ദെൻ സിംഗിൾ ക്രോഷേ എന്നുള്ളത് ചെയ്യണം. അപ്പോഴായിരിക്കും ആ ഒരു സ്നോഫ്ലേക്സിൻ്റെ കംപ്ലീറ്റ് ലുക്ക് നമുക്ക് കിട്ടുന്നുണ്ടാവുക.
സോ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിനി ലാസ്റ്റായിട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മളിതിപ്പോൾ ഹാങ് ചെയ്യുന്ന ഒരു പർപ്പസിലേക്കും കൂടി നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടതിന് ശേഷം കുറച്ച് എക്സ്ട്രാ യാൺ അവിടെ കട്ട് ചെയ്തെടുക്കുകയാണ്. ദെൻ നമ്മുടെ റിങ് ഫോം ചെയ്തതിൻ്റെ ബാലൻസ് യാൺ അവിടെ ഉണ്ടാവും. അത് വെച്ചിട്ട് നന്നായിട്ട് കെട്ടിക്കൊടുക്കുക. അതിനുശേഷം നമുക്ക് നീഡിൽ ഉപയോഗിച്ചിട്ട് ബാലൻസ് വരുന്ന യാണുകൾ ഹൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കാണുമില്ല. അപ്പോൾ നമുക്ക് ഇപ്പോൾ ട്രീയിലൊക്കെ ഹാങ് ചെയ്യാനാണെങ്കിൽ, ക്രിസ്മസ് ട്രീയിലൊക്കെ ഹാങ് ചെയ്യാനാണെങ്കിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഹാങ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ നമ്മുടെ സ്നോ ഫ്ലേക്സ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനിയും ക്രോഷ്യ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ കാണാൻ ചാനൽ വിസിറ്റ് ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.